ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒന്ന് കുട്ടിക്കാലമാണ്. ശൈശവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ കാലിട്ടടിച്ച് മാത്രം അറിയുന്ന, മുലപ്പാലുകൊണ്ട് ജീവിക്കുന്ന, പിന്നീട് അങ്ങോട്ട് പിച്ച വെച്ച് നടന്ന് നീങ്ങുന്ന, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു ജീവിതം കുട്ടിക്കാലം. പക്ഷെ അതിനധികം ആയുസ്സില്ല. അധികം വൈകാതെ നമ്മൾ മുതിർന്ന് വലുതായിക്കൊണ്ടിരിക്കും. പിന്നീട് രണ്ടാമത്തെ നമ്മുടെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ചോരത്തളപ്പുള്ള യൗവനത്തിലേക്കാണ് പിന്നീട് കടന്നു വരുന്നത്. നല്ല ചുറുചുറുക്കുള്ള ശരീരം, ആവശ്യത്തിന് പണം, ഓടി നടക്കാനുള്ള കഴിവ്, ശാരീരിക മാനസികമായ വൈകാരികമായ ഒരു ശക്തിപ്പെടുന്ന ആരോഗ്യകരമായ നല്ലൊരു ഘട്ടം. ആ ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും അയാൾ ചിന്തിക്കണം, എനിക്ക് 3-മതൊരു ഘട്ടം വരാനുണ്ട്. 3-മത്തെ ഘട്ടം അവന്റെ വാർദ്ധക്യമാണ്. ആ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെടും. ഉണ്ടായിരുന്ന കാഴ്ച കുറഞ്ഞു തുടങ്ങും, കേൾവി നഷ്ടപ്പെട്ടു തുടങ്ങും, തൊലികൾ അവന് പതിയെ ചുളിയാൻ തുടങ്ങും. പതിയെ പതിയെ വാർദ്ധക്യത്തിന്റെ പല അവശതകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ആയത്തിലൂടെ മനോഹരമായി ഈ രംഗം ഓർമ്മപ്പെടുത്തി. സൂറത്തു റൂമിന്റെ 54-ാമത്തെ ആയത്ത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ. അല്ലാഹുല്ലദീ, അവനാണ്, അല്ലാഹുവാണ്, ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ ളഅഫിൻ, ദുർബലാവസ്ഥയിൽ നിന്ന്, ബലഹീനമായ അവസ്ഥയിൽ നിന്ന്. കുട്ടിക്കാലത്തെ പറ്റി. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നീട് ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കല്പം ശക്തിപ്പെടുത്തുന്ന അവസ്ഥ തന്നതും അല്ലാഹയാണ്. യൗവനത്തെക്കുറിച്ച് സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ, പിന്നീട് നിങ്ങളുടെ ഖുവ്വത്തിന്റെ ശക്തിയുടെ യൗവനത്തിനു ശേഷം നിങ്ങൾക്ക് ബലഹീനതയും നരയും അവൻ നൽകുന്നതാണ്. വാർദ്ധക്യാണ്. അതിൽ നര, ശൈബ എന്ന വാക്ക് നരബാധിക്കുന്ന വാർദ്ധക്യം എന്ന സൂചന വരെ ആ ആയത്തിനകത്ത് കൊടുത്തു. യഖ്ലുഖു മാ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. വഹുവൽ അലീമുൽ ഖദീർ, അവൻ എല്ലാം അറിയുന്ന അലീമാണ്, എല്ലാത്തിനും കഴിവുള്ള ഖദീറാണ്. നമ്മൾ എന്തൊക്കെ നിറം മാറ്റാൻ നോക്കിയാലും, എന്തൊക്കെ മരുന്ന് കുടിച്ച് നടക്കാൻ തോന്നിയാലും വാർദ്ധക്യത്തിന്റെ അവശതകളെ, വാർദ്ധക്യത്തിന്റെ ദുർബലതയെ മറിച്ചു വെക്കാൻ ഇന്ന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉലമാക്കന്മാരൊക്കെ പറയും, വാർദ്ധക്യം എന്നത് 2-മത്തൊരു കുട്ടിക്കാലാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് 2-മത് നമ്മളൊരു കുട്ടിയായ പോലെയാണ്. എവിടെ വിസർജിക്കുമെന്നറിയാത്ത അവസ്ഥ വരും. മുമ്പിൽ നിൽക്കുന്ന എന്റെ മകനാണോ എന്ന് തിരിച്ചറിവില്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് വരും. മരുന്നുകൾ മാറിക്കഴിക്കും. എന്തെല്ലാം നിലക്ക് നോക്കുന്ന, പരിചരിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവരായി മാറാൻ മാത്രം ഒരു വാർദ്ധക്യം നമ്മളെ പലതും പഠിപ്പിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിന്റെ 57-ാമത്തെ ആയത്തിലും 70-ാമത്തെ ആയത്തിലൊക്കെ വിശദീകരിച്ചത്. വല്ലാഹു ഖലഖകും, അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ യതവഫാകും, പിന്നീട് നിങ്ങളെ അല്ലാഹു മരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വമിൻകും, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ചിലരെ വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ പ്രായത്തിന്റെ അവശതയിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ചിലരുണ്ട്. എല്ലാവരും വയസ്സായിട്ടേ മരിക്കുന്നൊന്നുമില്ല. എന്നാൽ ചിലരെ അങ്ങേയറ്റത്തെ അവശതയുടെ വാർദ്ധക്യത്തിലേക്ക് അള്ളാഹു നീട്ടിവിട്ടുകൊടുക്കും. എന്തിനാണ്? ലിക്കൈലായ ഇൽമ ബഅദ ഇൽമിൻ ശൈആ, ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവന് അറിയാത്ത ഒരു അവസ്ഥ വരുന്നതിനു വേണ്ടി. അവനറിയാം എവിടെ മൂത്രമൊഴിക്കണം, എവിടെ കാഷ്ടിക്കണം എന്നൊക്കെ അറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അത് അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുന്നതാണ്.
എന്നിട്ട് ഖുർആൻ പറയാണ് ഇന്നല്ലാഹ അലീമുൻ ഖദീർ, തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, ഖദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ്. രണ്ടായത്തിലും അല്ലാഹു ഉപയോഗിച്ചു ഖദീർ. അല്ലാഹു സർവത്തിനും കഴിവുള്ളവനാണ്. നല്ല തുടുതുടുപ്പുള്ള പ്രസരിപ്പുള്ള ശരീരത്തിന് കൊണ്ടുവന്ന് ഒരു വടി പിടിച്ച് നടക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നടത്തിപ്പിക്കാൻ കഴിവുള്ളവനാണ് പടച്ചോനെന്ന ബോധ്യപ്പെടുത്തലാണ് അവിടെ എന്നർത്ഥം. പക്ഷെ കുട്ടിക്കാലത്ത് കുട്ടിയായിരുന്ന കാലത്ത് അവനുണ്ടായിരുന്ന കുസൃതികളും വികൃതികളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ, വൃദ്ധന്മാരായ പ്രായത്തിന്റെ ആധിക്യമെത്തുന്ന അപ്പോൾ കാണിക്കുന്ന വികൃതികളും കുസൃതികളും മറ്റുള്ളവർക്ക് ശല്യമായി അസഹ്യമായി മാറുകയാണ്. അതുകൊണ്ട് അതിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവരാണ് അവരെ പുറന്തള്ളുന്നത്. അതിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ ആ വീടിന്റെ തണലായ, ആ മക്കളെ വളർത്തിയ, മക്കളെ പഠിപ്പിച്ച, ആ ഭാര്യക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആ മനുഷ്യൻ ഇന്നൊരു വയസ്സിന്റെ മൂർധാവിലെത്തിയപ്പോ ആ മനുഷ്യന്റെ ചെറിയ ചെറിയ ശല്യങ്ങൾ പോലും സഹിക്കവയ്യാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താ? അവൻക്കും ഇത് വരാനുണ്ട്. കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവന്റെ വികൃതികൾ കുസൃതികൾ കാണുമ്പോൾ എന്താ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, അവൻ വലുതായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. വാർദ്ധക്യത്തിലെത്തുന്ന മനുഷ്യന്റെ വികൃതികൾ കുസൃതികൾ കണ്ടാൽ ആരും സഹിക്കൂല. കാരണം അവരിൽ ഇനി ഒരു പ്രതീക്ഷ നമുക്കില്ല. ഇതൊക്കെ മാറിയിട്ട് അയാൾ നമുക്ക് എന്തെങ്കിലും തരുന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഇവിടെ നിന്നാണ് ഇസ്ലാം ഈ ഒരു വിഷയത്തിന്റെ കൃത്യമായ ഒരു നേർരേഖ കാണിച്ചു തരികയാണ്. ഒരിക്കൽ മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തൊരു സംഭവം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നലീ ഉമ്മ, അല്ലയോ ഖലീഫ ഉമർ ഖത്താബ് തങ്ങളെ, എനിക്ക് എന്റെ മാതാവുണ്ട്. ബലഗ മിൻഹൽ കിബർ, അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്, നല്ല പ്രായമായിട്ടുണ്ട്. അന്നഹാ ലാ തഖ്ദീ ഹാജതഹാ ഇല്ലാ വദഹിരി ലഹാ മതിയത്തുൻ. എന്റെ മാതാവിന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ എന്റെ മുതുകിനെ ഞാൻ വാഹനമാക്കി കൊടുത്ത് നീക്കി കൊണ്ടുപോയി, അല്ലാതെ അവർക്ക് അത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഞാൻ അങ്ങനെ ഓരോ തവണയും എൻ്റെ മാതാവിനെ ഇട്ട് ചുമന്ന് കൊണ്ടുപോയി മലമൂത്ര വിസർജന കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ റൂമിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തുന്ന ഇക്കാര്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമകൾ നിർവഹിച്ചവനായി മാറുമോ? മതിയോ? അങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, മതിയാവൂല, അതൊന്നും പോരാ. لأنها كانت تصنع بك ذلك وهي تمنى بقاءك. കുട്ടിയാകുമ്പോ നിനക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ മാതാവ് കൊതിച്ചതും ആഗ്രഹിച്ചതും ഇവൻ വലുതാകുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടെന്നായിരുന്നു. എന്നാൽ വഅൻത തഫഅലു, നീ നിന്റെ ഉമ്മാനെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വതതമന്നാ ഫിറാഖഹാ, എപ്പോഴാണ് ഇവര് മരിക്കാന്ന് വിചാരിച്ചായിരിക്കും. എന്താണ് ഇത്രയും വയസ്സായി? ചില ആളുകളൊക്കെ അങ്ങനെ പല വഴിക്ക് തന്നെ ചിന്തിക്കാൻ തുടങ്ങും, എന്തൊരു ശല്യാണ്, എന്നാണ് ഇതൊന്ന് തീർന്നു കിട്ടുക. അങ്ങനെ ചിന്തിക്കുന്ന മനോനിലയിൽ എത്തപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വാർദ്ധക്യം പ്രായമെത്തുന്ന ഓരോ മനുഷ്യനും, മാതാവായാലും പിതാവായാലും ബന്ധുവായാലും അയൽവാസിയായാലും, ആ പ്രായത്തെയും അതിൻ്റെ അവശതകളെയും നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അനവധി പ്രാർത്ഥനകൾ നിങ്ങൾ വായിച്ചു നോക്ക്. ഓരോ പ്രാർത്ഥനയും ജാമിഉം മാനിഉമാണ്. ചെറിയ വാക്കായിരിക്കും, വലിയ ആശയങ്ങൾ നിറഞ്ഞതായിരിക്കും. ആ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മളും തന്നെ ജീവിതത്തിൻ്റെ യഥാർത്ഥ താല്പര്യത്തിലേക്ക് വരാനും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ആശ്വാസം കണ്ടെത്താനുള്ളത് അള്ളാഹുവിലുള്ള തവക്കുൽ നിറഞ്ഞ പ്രാർത്ഥനയുമായി മാറേണ്ടതുണ്ട്. നബി തങ്ങൾ പ്രാർത്ഥിച്ചതായി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഅവ്വദൂ ബികലിമാത്തിൻ, നിങ്ങൾ ഇനി പറയുന്ന കലിമത്ത് കൊണ്ട് രക്ഷ ചോദിച്ചു പ്രാർത്ഥിച്ചോളൂ. കാന നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം യതഅബ്ബദു ബിഹിന്ന, നബി തങ്ങൾ ഈ കാര്യങ്ങൾ രക്ഷ ചോദിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജുബ്നി, അല്ലാഹുവേ ഞാൻ ഭീരുവാകുന്നതിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിനൽ ബുഖ്ലി, ധാരാളം പിശുക്കത്തരം കാണിക്കുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ഞാനൊരു ഭീരുവാകരുത്. ധൈര്യം കാണിക്കേണ്ടടുത്ത് ഭീരുവാകുക, സ്വതക്ക ചെയ്യേണ്ടടുത്ത്, ധർമ്മം ചെയ്യേണ്ടടുത്ത് ഞാനൊരു പിശുക്കനായി മാറുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. അടുത്തത് വഅഊദു ബിക മിൻ അൻ അറുദ്ദ ഇലാ അർദലിൽ ഉമരി, പ്രായത്തിന്റെ വാർദ്ധക്യത്തിന്റെ അവശതകളിലേക്ക് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു. ഈ ഒരു അവസ്ഥ, അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് നീണ്ടുപോകുന്നതിൽ നിന്ന് നബിതങ്ങൾ പോലും കാവലി ചോദിക്കുക. വഅഊദു ബിക മിൻ ഫിത്നത്തിദ് ദുനിയാ വഅദാബിൽ ഖബർ, ദുനിയാവിന്റെ വിവിധങ്ങളായ ഫിത്നയിൽ നിന്ന്, ഖബറിന്റെ അദാബുകളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലി ചോദിക്കുകയാണ്. നബിതങ്ങളുടെ പ്രാർത്ഥനന്റെ ഫضل നോക്കൂ നിങ്ങൾ. സ്വന്തം മക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ദുരിതപൂർണമായ ഒരു വാർദ്ധക്യം വരിക, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തപ്പെടുന്ന അവസ്ഥ വരിക, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവുക, അങ്ങനെ പല നിലക്കുമുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് വയോവൃദ്ധരായ പാവപ്പെട്ട ഈ മനുഷ്യന്മാർക്ക് തണലാകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. എല്ലാവരും നമ്മുടെ നാട്ടില്, അങ്ങാടിയില്, കടയിലൊക്കെ കാണുന്ന കുറെ വൃദ്ധരായ മനുഷ്യരില്ലേ, അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്കുക. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ളവർ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ കയറി വരിക. നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ജാഅ ശൈഖുൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നു. യുരീദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഫഅബ്തഅൽ ഖൗമു അൻ യുവസ്സിഉ ലഹു, ആ വൃദ്ധനായ മനുഷ്യൻ വരുമ്പോ ഒന്ന് വഴി കൊടുക്കാൻ, ഒന്ന് മാറിക്കൊടുക്കാൻ, ഒരു സ്ഥലം കൊടുക്കാൻ അല്പം ഒരു സാവകാശം ആ സദസ്സിലുണ്ടായിരുന്നവർക്കിടയിൽ സംഭവിച്ചു. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമായിരുന്നു, പക്ഷെ ഒന്നിങ്ങനെ ഒരു സാവകാശം കണ്ടു. നബിതങ്ങൾ ഉടൻ തന്നെ പറഞ്ഞു, ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ, കുഞ്ഞുങ്ങളോട്, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. വലം യുവക്കിർ കബീറനാ, മുതിർന്നവരോട്, പ്രായമായവരോട് ഒരു ബഹുമാന ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. നെഞ്ചത്ത് എഴുതി വെക്കേണ്ടുന്നൊരു വാക്ക്. കടയിൽ, അങ്ങാടിയിൽ, കുടുംബത്തിൽ, തക്കാരത്തിൽ, എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളെ പരിചയമുള്ളവനാവാം, അല്ലാത്തവനാവാം, ഒരു പ്രായത്തിന്റെ ആധിക്യം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള ഒരു ആദരവ്, പ്രായത്തിനോടുള്ള ആദരവ് കാണിക്കാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ അവനെ എണ്ണേണ്ടതില്ല. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഇജ്ലാലില്ലാ, അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനെ മാനിച്ചുകൊണ്ട്, കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ പെട്ടതാണ് ഇക്റാമദിശൈബത്തിൽ മുസ്ലിമി, മുസ്ലിമായ നരബാധിച്ച ഒരു മനുഷ്യനോട് ബഹുമാനാദരവ് കാണിക്കുക എന്നത്. അവർക്ക് അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ്, അത് കീപ്പ് ചെയ്യാൻ ബാക്കിയുള്ള സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിന്റെ ചരിത്രം പറയാണ്, അത്രയേറെ പ്രായമെത്തിയ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ, അവശതകൾ അനുഭവിച്ചവരെ സഹായിച്ച ഒട്ടനേകം ചരിത്രം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചേരാ. പിൽക്കാലത്തുള്ളവരിത് പഠിച്ച് നന്നാകാൻ വേണ്ടിയിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്ത് നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ചെന്നെത്തിയത് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു, ഫലസ്തീനിന്റെ അടുത്തുള്ള മദിയൻ. ആ പ്രദേശത്ത് എത്തിയപ്പോൾ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാണ്. പക്ഷേ 2 പെൺകുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല. അവരെ ആളുകൾ അരികിലേക്ക് മാറ്റി നിർത്തിയിരിക്കുക. ഇത് കണ്ടപ്പോൾ മൂസാ നബി അവിടേക്ക് ചെന്നിട്ട് ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നത്, എന്താ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത്? ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങളുടെ കൂടെ വരാൻ പുരുഷന്മാരൊന്നുമില്ല, ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ളത് അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളെ വാപ്പ വൃദ്ധനായ മനുഷ്യനാ, അങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും വയ്യ. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെയും കൂട്ടിച്ചെന്നുകൊണ്ട് ആ നാട്ടുകാരോട് പറഞ്ഞു, ഇവർക്ക് വെള്ളം കൊടുക്കണം. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് അവരുടെ പാത്രം നിറച്ചു കൊടുത്തു. അവരെ പറഞ്ഞയച്ചു.
വാപ്പ വയസ്സനാണ് എന്നറിഞ്ഞപ്പോ മക്കളെ വരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു വിട്ടു എന്നാ പറഞ്ഞത്. ചരിത്രം വീണ്ടും നമുക്ക് കാണാം. മക്ക വിജയ ദിവസം മക്ക നബി തങ്ങളുടെ കയ്യിലേക്ക് ഭരണം വന്ന സമയം, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ, നരബാധിച്ച വൃദ്ധനായ അബൂ ഖുഹാഫ നബിനെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ അവിടുന്ന് പറയാണ്, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാ. അല്ലേ, നമ്മളെത്ത് ഒരു വൃദ്ധൻ അപേക്ഷ തരാ, വീട് പണിയുണ്ട്, രോഗമുണ്ട്, ചികിത്സ ഉണ്ട്, അയാൾ നിങ്ങൾ ഇവിടെ വന്ന് തരണമെന്ന് പറയില്ലേ നമ്മള്. നബി തങ്ങൾ പറയാണ്, ഇത്രയും പ്രായവും ഇത്രയും പ്രയാസം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. ഈ മനസ്സ് നമുക്ക് വേണം. അയാൾ എൻ്റെ അടുത്ത് വരട്ടെ എന്നൊരിക്കലും ചിന്തിക്കരുത്. അങ്ങോട്ട് കാണേണ്ടവനെ ആ ഒരു പ്രായമെത്തുമ്പോ പരിഗണിക്കാൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന കാലത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയുടെ വഴിയിൽ വന്നുകൊണ്ട് യസ്അലുന്നാസ്, യാചന നടത്തുക. ജൂതനാണ്, പള്ളിന്റെ മുമ്പ് നിന്നാണ് യാചന നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രായത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അവർ ജീവിക്കുന്നത് യാചിച്ചു കൊണ്ടാണ്. തെരുവിലെ വഴിയോരങ്ങളിൽ കടന്ന് ജീവിക്കുന്ന വൃദ്ധരുണ്ട്. കടകളുടെ തിണ്ണയിൽ കടയുടെ ഷട്ടറൊന്ന് താഴ്ത്തി കിട്ടിയാൽ മൂടി പുതച്ച് ചാക്കിൽ കിടന്നുറങ്ങുന്ന വൃദ്ധരുണ്ട്. അവർക്ക് ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്. പലർക്കും പുതിയ കാലഘട്ടത്തിൽ ഇനി എങ്ങോട്ടാണ്, എവിടേക്കാണ് ഈ കൗമ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ചോരത്തിളപ്പ് മുഴുവൻ കുടുംബത്തിന് കൊടുത്തിട്ട് അവസാനം ആ മനുഷ്യനെ ആ വീട്ടിനകത്തൊരു കട്ടിലിൽ ഒന്ന് കിടത്തി മാന്യമായി ഒന്ന് പരിചരിക്കാൻ പോലും പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടെത്തിപ്പെടും? ഈ ജൂതൻ ഇങ്ങനെ യാചന നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഫഖാലമാ അൻസഫ്നാക്, അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഉമർ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, കുന്നാ അഖദിനാ മിൻകൽ ജിസിയ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാചന നടത്തുന്നത്? നിങ്ങളുടെ ഒരു നല്ല കാലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നതാണ്, നികുതി അടച്ച ഒരു മനുഷ്യനായിരുന്നു. ഉള്ള കാലത്ത് ഗവൺമെന്റിന് ജിസിയ നൽകിയ ആളാണ്. ഫീ ശൈബതിക, നിങ്ങളുടെ സുമ്മ വയ്യഅനാക ഫീ കിബരിക, പിന്നീട് വൃദ്ധനായപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൈവടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല. സുമ്മ അജ്റാ അലൈഹി മിൻ ബൈത്തിൽ മാലി മാ യുസ്ലിഹുഹു, ബൈത്തുൽ മാലിൽ നിന്ന് ആ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സംഖ്യ എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട പ്രായമല്ല. നമ്മുടെ സർക്കാരുകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരുന്ന് തലയിൽ കൈവച്ചിട്ട് ആലോചിക്കേണ്ട കേസാണ്. ഒറ്റപ്പെടുത്തപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്നു, അല്ലേ? നാട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകാൻ 50 രൂപ കൊടുത്താൽ വീട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടവർ പുറത്ത് റോഡരികിൽ തള്ളപ്പെട്ട കാഴ്ച ഇന്ന് നമ്മുടെ വേദനിക്കുന്ന രംഗമായി കാണുകയാണ്. മാത്രമല്ല, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഭരണാധികാരിയായി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു എഴുതി കരാറുണ്ടാക്കാൻ പോവുകയാണ് ഇറാഖിൽ. ആരുമായിട്ട്? ഇറാഖിൽ അന്ന് ക്രിസ്ത്യാനികൾ കൂടുതലാണ്. ആ കരാർ എഴുതുന്ന സമയത്ത് വകാനോ മിനൻ നസാറ വജഅലതു ലഹും അയ്യമാ ശൈഖൻ ലഅഫ മിനൽ അമൽ, അവിടുന്ന് ഒരു കരാർ എഴുതുകയാണ്. അവശത അനുഭവിക്കുന്ന വൃദ്ധന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ച് കിടപ്പിലായവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിക്കപ്പെട്ട് ദരിദ്രനായി മാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ഗവൺമെന്റ്, ഈ ഇസ്ലാമിക ഗവൺമെന്റ് അവരുടെ നികുതി ഒഴിവാക്കുന്നതാണ്. ഫ്രീ യാത്രയെ പറ്റി ചിന്തിക്കണം. വൃദ്ധനാണോ ഫ്രീ യാത്ര? വൃദ്ധനാണോ ക്യൂവിൽ അയാൾക്കൊരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. ക്യൂ നിൽക്കാതെ അദ്ദേഹത്തിന് കയറിപ്പോകാൻ കഴിയണം. എവിടെയും എത്ര പഞ്ചായത്ത് ഓഫീസുകൾ, വില്ലേജ് ഓഫീസുകൾ നോക്കി, തിണ്ണകളിൽ, വഴിയോരങ്ങളിൽ ഒരു ചെറിയ അപേക്ഷാ ഫോമും പിടിച്ച് മണിക്കൂറുകൾ വെയിൽ കൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ എന്തിനെന്റെ പ്രിയപ്പെട്ട കേരളീയരായ പ്രബുദ്ധരായ നമ്മളൊക്കെ നോക്കുകുത്തികളായി മാത്രം മാറുകയല്ലാതെ എന്ത് മാർഗമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്? അഞ്ചാമത്തെ സംഭവം ചരിത്രം പറയണേ, ഗുഹയിൽ അകപ്പെട്ട് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ
എൻ്റെ വീട്ടിൽ വൃദ്ധരായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു. അല്ലാഹുമ്മ കാനലി അബവാനി ശൈഖാനി കബീറാൻ. വൃദ്ധരായ ഉമ്മയും ബാപ്പയ്ക്ക് ഉണ്ടായിരുന്നു. അവര് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഉറങ്ങൂല, അവർക്ക് പാല് കൊടുക്കാതെ ഞാൻ ഉറങ്ങൂല എന്ന അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നല്ലവണ്ണം നോക്കിയവനാണ് റബ്ബേ, എൻ്റെ ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഗുഹയുടെ വാതിലുകൾ നീങ്ങുകയും ചെയ്ത ചരിത്രം ഹദീസുകളിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഗൗരവം ഈ വിഷയത്തിന് കൊടുക്കാത്തതെന്നാണ്. ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ സവിശേഷത സദസ്സിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി. ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വായിക്കണം. ഇസ്ലാമിൽ പ്രായമായ വൃദ്ധരായ മനുഷ്യർക്ക് ആരാധനകളിൽ വരെ ഇളവിട്ട് അനുവദിച്ചു കൊടുത്തു. എന്താണത്? വല്ലാത്തൊരു പരിഗണനയല്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ ഇരുന്ന് നിസ്കരിച്ചാ മതി, ഇരിക്കാൻ കഴിയാതെ വന്നാൽ കടന്നിട്ട് നിസ്കരിച്ചാ മതി. എന്തൊരു ഘട്ട മനുഷ്യൻ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിയല്ലേ? ഒരാൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഒരുപാട് വൃദ്ധരായ മനുഷ്യരുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ സുദീർഘമായ സൂറത്തുകൾ ഓതാൻ പാടില്ല. ബാക്കിൽ വയസ്സന്മാരുണ്ട്, രോഗികളുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ കണ്ടാൽ ഇമാമ് ചെറിയ സൂറത്തുകൾ ഓതണം. ഇതൊക്കെ ഇസ്ലാം എന്തിനാ ഇബാദത്തിൽ വരെ ഇത്ര വലിയ ഇളവുകൾ കൊടുത്തത് എന്തിനാ? പ്രായാധിക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കഷ്ടപ്പെടുത്തി നോമ്പെടുപ്പിക്കണ്ട, ഫിദിയ കൊടുത്താ മതി. നോറ്റ് കൂട്ടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവർ ഫിദിയ കൊടുത്താൽ മതി. ഇസ്ലാം കൊടുത്ത ഇളവാണ്. ഒരാൾ പ്രായത്തിന്റെ അവശതയിലായി നല്ല കാലത്തൊന്നും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല, അയാളത്ത് നല്ല സമ്പത്തുണ്ട്, പക്ഷെ ഇപ്പോൾ ഒരു ഹജ്ജിന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ പകരം അദ്ദേഹത്തിന് പകരമായി മറ്റൊരാള് ഹജ്ജ് നിർവഹിക്കാം. ഇസ്ലാം ആരാധനയിൽ വരെ ഇളവ് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, ഓല് വാപ്പാനും ഉമ്മാനെയും ഹജ്ജിനും ഉംറക്കും പറഞ്ഞയക്കാൻ വേണ്ടി അവരുടെ നല്ലപ്പം പ്രായത്തിൽ ഒന്നും അവർക്ക് ആർക്കും സൗകര്യം ഉണ്ടായില്ല. വയസ്സായി ഇനി ഒരു രക്ഷയില്ലാതെ വരുമ്പോ എന്നാൽ ഇനി ഒരു ഹജ്ജായിക്കോട്ടെ, ഇന്നൊരു ഉംറ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കും. എന്നാ കൂടെ പോകുവോ? ഇല്ല. മക്കള് സൗദിയിലുണ്ട്, ഒരു 3 ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ? അതിനും വയ്യ. ഒക്കെ അമീറിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കുറച്ച് പൈസക്ക് ട്രാവൽസിൽ ഏൽപ്പിച്ച് എല്ലാം നിങ്ങൾ നോക്കണം എന്നും പറഞ്ഞ് 4-5 മക്കളുള്ള വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവസ്ഥ കണ്ട് നോക്കുകയാണ്. എന്നിട്ട് ആ സാധുക്കൾ എത്ര 400-500 മീറ്ററൊക്കെ നടന്ന് ഓരോ വക്തിനും ഇങ്ങനെ പോയി വരുന്നു. ഓരോ അംഗങ്ങൾ 10-12 കൊല്ലമായി നമ്മളൊക്കെ നേർക്കാഴ്ചയായിട്ട് മലയാളികളുടെ ഹജ്ജ് സംഘങ്ങളെ ഉംറ സംഘങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയണമെന്ന് തോന്നുകയാണ്, വയസ്സുകാലത്ത് തൻ്റെ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റക്ക് തള്ളിവിടുന്നവർ ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരതയാണ്. അവിടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറയാണ്, ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ സ്വതക്ക ചെയ്യുക. ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കണം, ഈ സ്വതഖത്തി അഅ്ലം നബി, ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുന്ന സ്വതക്ക ഏതാ? ഫഖാല, നബി പറഞ്ഞു, അൻത സ്വദ്ദഖ, ദാനം ചെയ്യലാണ്, വ അൻത സ്വഹീഹുൻ, നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഷഹീഹുൻ, അതുപോലെ തന്നെ നിനക്ക് പണത്തിനോട് നല്ല താല്പര്യമുള്ള സമയത്ത്, തഖ്ശൽ ഫഖറ, ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന സമയത്ത്, നല്ല പണക്കാരനാകണമെന്ന് കൊതി തോന്നുന്ന സമയത്ത് നീ ദാനം ചെയ്യും. ഇനി ഒന്നും ചെയ്യാല്ല, അവസാനായി ഇനി എണീറ്റടക്കാൻ കഴിയില്ല, എന്നാ ഇനി കുറെ സ്വതക്ക ചെയ്യാം എന്നതിനേക്കാൾ പ്രതിഫലമാണ് എല്ലാ കഴിവുമുള്ള സമയത്ത് നീ ദാനം ചെയ്യൽ. വലാ തുമഹിൽ ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖും, തൊണ്ടക്കുഴിയിലേക്ക് മരണത്തിന്റെ വേദന വരാൻ കാത്തു നിൽക്കരുത്. നല്ല സമയം നോക്കിയിട്ട് ദീനിന് വേണ്ടി ചെയ്തോ. കാരണം നീ അന്ന് പറയും, ഖുൽതുലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ, അവസാനം കിടപ്പിലായി മരിക്കുന്നു തോന്നുമ്പോൾ ആശുപത്രിയിൽ വന്നിട്ട് അത് ഇന്നാൾക്ക് കൊടുക്കണട്ടോ, അത് ഇന്നാൾക്ക് കൊടുക്കണട്ടോ, ഹദീസ് പറഞ്ഞ വാക്കാണ്. നീ അതിനി പറയേണ്ട ആവശ്യമില്ല, അത് അധികം വൈകാതെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട്. ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. ഇസ്ലാം വലിയ പരിഗണനയാണ് നൽകിയത്. ഒരു സദസ്സ് ഇങ്ങനെ കൂടിയിരിക്കുക, അവിടെ ഒരു അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്, അവിടെ അഭിപ്രായം പറയാനുള്ള ഒന്നാമത്തെ അവകാശം അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ്. ഒരു സദസ്സുണ്ട്, ആ സദസ്സിൽ ഒരു സാധനം വിതരണം ചെയ്യാണ്, ഒരു കിറ്റാവാം, എന്തെങ്കിലും ഒരു സാധനം, അതിലേറ്റവും പരിഗണന കൊടുക്കേണ്ടത് അതിലെ വൃദ്ധനായ മനുഷ്യനാണ്. ഇമാമ് നിൽക്കേണ്ട ഒരു സദസ്സ്, പള്ളിയിൽ ഇമാമ് നിൽക്കണം. ആര് ഇമാമ് നിൽക്കണം? നന്നായി ഖുർആൻ അറിയുന്നവൻ, അല്ലെങ്കിൽ ജിഹാദിൽ പങ്കെടുത്ത ഒരാൾ, ഹിജ്റയിൽ പങ്കെടുത്ത ഒരാൾ.
അതുമല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാനം ആ സദസ്സിലെ ആ പള്ളിയിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനാണ് ഇമാമത്തിന് പോലും പരിഗണന കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലവണ്ണം ഇരുന്ന് മനസ്സിരുത്തി ഞാൻ ഈ വിഷയത്തിൻ്റെ മർമ്മഭാഗങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. പുതിയ കാലഘട്ടങ്ങളിലെ ഇഷ്യൂസും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? ലൈസ മിന്നാ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മല്ലം യുവക്കിർ കബീറനാ, വലിയവരെ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്ന് പറഞ്ഞതിൽ നമ്മളൊക്കെ പെടുവോ എന്ന് ഇരുന്നൊന്ന് മനസ്സിരുത്തിക്കൊണ്ട് ആലോചിക്കാനും നല്ല അർഹിക്കുന്ന പരിഗണനയോടെ അവരെ കാണാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച നിയമ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതത്തിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാം മഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പാദ്യം, പണം ഹലാലാവുക എന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാണ് അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. ഒരാളുടെ മക്കളെ വളർത്തുന്നതിൽ അയാൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ അയാളുടെ സമ്പത്ത് ഹലാലായിരിക്കണം. ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ജവാബ് കിട്ടണമെങ്കിൽ, ഉത്തരം കിട്ടണമെങ്കിൽ അയാൾ ഹലാലായ സമ്പാദ്യം കൊണ്ട് ജീവിക്കുന്നവനായി മാറണം. അല്ലാത്തവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവന്റെ എല്ലാ ഇബാദത്തും ബാത്തിലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ഏറെ സുപരിചിതമായ ചില ഹറാമായ സമ്പാദ്യ രീതികളുണ്ട്. രണ്ടെണ്ണം വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ചക്കരക്കല്ലിലും പരിസരത്തൊക്കെ നമുക്ക് നേർക്കാഴ്ചയായി കാണുന്ന, ഒരു പക്ഷെ എന്നെ കുറിച്ചാണോ ഈ പറയുന്നത് എന്ന് തോന്നിപ്പോകുമെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഒന്ന്, സ്വർണവുമായി ബന്ധപ്പെട്ട തെറ്റായ ഇടപാട്. രണ്ട്, ലോട്ടറി. സ്വർണവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. സ്വർണവുമായി ബന്ധപ്പെട്ട അതിന്റെ വിലക്കയറ്റവും അതിങ്ങനെ ലക്ഷത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ ദിവസവും മാർക്കറ്റ് നോക്കി ഇരിക്കുകയാണ്. സ്വാഭാവികമായും വില കൂടുന്ന ഒരു വസ്തുവിനെ നന്നായി ചൂഷണം ചെയ്യുന്ന ഒരു പ്രകൃതി മലയാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും നബിതങ്ങൾ പറഞ്ഞു, ഖൈബർ യുദ്ധം നടന്നതിന്റെ വേളയിൽ ഒരു ചെറിയ ഇടപാട് നടന്നപ്പോൾ നബിതങ്ങൾ അവിടെ ആ സൂചന കൊടുത്തു, ലാ തബീഉ ദഹബ ബിസ്ദഹബി ഇല്ലാ വസിനം ബിവസിൻ. നിങ്ങൾ സ്വർണത്തെ വിൽക്കാൻ പാടില്ല അതിന്റെ തൂക്കത്തിനനുസരിച്ചല്ലാതെ. അങ്ങനെ പറഞ്ഞാൽ സ്വർണത്തിന്റെ ഇടപാടുകൾ തുല്യത്തിന് തുല്യമായിരിക്കണം. കൈകൊണ്ട് കൊടുത്ത് കൈകൊണ്ട് മേടിക്കുന്നതായിരിക്കണം. അങ്ങനെ പറഞ്ഞാൽ, വ്യക്തമാക്കി പറഞ്ഞാൽ ഉലമാക്കന്മാര് പറഞ്ഞു, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതിനും തുല്യത്തിനു തുല്യമായിരിക്കണം. എൻ്റെ അടുത്ത് പണ്ട് സ്വർണ്ണം എടുത്തപ്പോ 30,000 രൂപക്ക് എടുത്ത സ്വർണ്ണം ഇരിക്കുന്നുണ്ട്. ഞാൻ കടയിൽ പോയി ആ സ്വർണം കൊടുക്കുന്നു, 4.5 പവന്റെ സ്വർണം കൊണ്ടുപോയി കൊടുക്കുന്നു. പകരമായി പുതിയ 4.5 പവൻ സ്വർണമാണ് നമ്മൾ മേടിക്കേണ്ടത്. അത് തരുവോ? തരൂല. എങ്കിൽ ആ ഇടപാട് പാടില്ല. 5 പവൻ പഴയ സ്വർണം കൊടുത്താൽ 5 പവൻ പുതിയ സ്വർണം കിട്ടുമോ? മേടിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണം കൊടുക്കുക, അതിന്റെ കാശങ്ങ് മേടിക്കുക, എന്നിട്ട് നമ്മുടെ കാശ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ വേറെയും എക്സ്ട്രാ കാശൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് വേണ്ടുന്ന പുതിയ സ്വർണം മേടിക്കുക എന്നല്ലാതെ ആ നിലക്കുള്ള എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്, ചില ആളുകളൊക്കെ സ്വർണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എടുക്കണമെന്ന ആഗ്രഹമുണ്ട്. നല്ല സമ്പത്തിൽ, അതുകൊണ്ട് എന്ത് ചെയ്യും? കടക്കാരുടെ അടുത്ത് റൊക്കം കാശ് കൊടുക്കാതെ സ്വർണം മേടിക്കാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. ഇത് കച്ചവടക്കാർക്കല്ല ഇഷ്ടമുള്ള കാര്യമായിരിക്കും. എന്തുകൊണ്ട് പറ്റില്ല? സ്വർണം എന്നത് യദംബിയതിൻ, കാശങ്ങ് കൊടുക്കുന്നു, സ്വർണം അങ്ങോട്ട് മേടിക്കുന്നു.
പകരമുള്ള സംവിധാനമല്ല, കടം പറയാൻ പോലും പാടില്ലാത്ത ഫീൽഡാണ്. നമ്മളോ പാവപ്പെട്ട കുടുംബമാണ്, അത് മറ്റവനാണ് ഇവനാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ റെക്കമെൻഡേഷന് പോയാൽ നമ്മളും കൂടി പെടുകയാണ്. പിന്നെ എങ്ങനെയാ സ്വർണ്ണം എടുക്കേണ്ടത്? എത്രയാണോ നമ്മുടെ കയ്യിൽ കാശുള്ളത് ആ കാശിന് എടുക്കാൻ പാടുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാൾമെന്റ് സംവിധാനം ഉണ്ടാകും. ഒരു മാസം 5000 റുപ്യ അടക്കുക, അങ്ങനെ 10 മാസം അടച്ചപ്പോൾ 50,000 രൂപയായി. ആദ്യ മാസത്തെ സ്വർണത്തിന്റെ വില അനുസരിച്ച് 10ാം മാസം പോയിട്ട് 50,000 എടുക്കാൻ പറ്റൂല. റൊക്കം കാശ് കൊടുക്കുക, അതിന് മാത്രം സ്വർണം മേടിക്കുക. 3, ഈ ഹദീസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശദീകരണം കാണാൻ സാധിക്കും. ഒരാളുടെ സ്വർണ്ണാഭരണത്തിന് കല്ലുമുണ്ട്, ബാക്കി സ്വർണവുമുണ്ട് എങ്കിൽ അത് വിൽക്കുന്ന സമയത്തും മേടിക്കുന്ന സമയത്തും കല്ലിന്റെ വേറെ തൂക്കം കിട്ടണം, സ്വർണത്തിന്റെ വേറെ തൂക്കം കിട്ടണം. എല്ലാം കൂടി ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. 4, സ്വർണം, വെള്ളി, കറൻസി എന്നീ സാധനങ്ങൾ വേണമെങ്കിൽ കടം അനുവദിച്ചതാണ്. എൻ്റെ കയ്യിലുള്ള 10 പവൻ സ്വർണം എനിക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കടം കൊടുക്കാം. അയാൾ എനിക്ക് തിരിച്ചു തരേണ്ടത് അതേ തൂക്കമുള്ള 10 പവൻ സ്വർണമായിരിക്കണം. ഇത്രയും കാലം ഉപയോഗിച്ചില്ലേ, ഇത്രയും മൂല്യല്ലേ, ഇപ്പൊ വിലക്ക് കൂടിയില്ലേ, അതുകൊണ്ട് നീ ഒരു 1/2 പവൻ കൂടെ എനിക്ക് കൂടുതൽ തരണമെന്ന് പറഞ്ഞാൽ അത് പലിശയായി. സ്വർണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പലിശന്റെ മേഖല, ബാങ്കിൽ മാത്രമല്ല പലിശ വരിക, ഇടപാടിലൊക്കെ അത് വരും, അത് സൂക്ഷിക്കണം. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിലക്കിയതാണ് ഖംർ വൽ മൈസിർ. കള്ളിന്റെ കൂടെയാണ് ചൂതാട്ടെണ്ണിയത്. ഇന്നമൽ ഖംറു വൽ മൈസിറു, അല്ലേ, മദ്യവും ചൂതാട്ടവും രിജ്സും മിൻ അമലി ശൈത്താൻ. അതിന്റെ ബാക്കി കാണാം, പൈശാചികമായ പ്രേരണയാണ്. മദ്യം ലഹരിയാണ്, ചൂതാട്ടം ലഹരിയാണ്. മദ്യം കുടിക്കുന്നവൻ അത് കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല. ലോട്ടറിക്കാരന് അത് എടുക്കാതെ ഒരു ദിവസം കൊണ്ട് ഉറങ്ങാൻ പറ്റുമോ? ഇന്ന് ഞാൻ എടുത്തെങ്കിൽ ഇന്ന് അടിക്കും, ഇന്ന് അടിച്ചില്ലെങ്കിൽ അവൻ വിചാരിക്കും നാളെ എനിക്ക് അടിക്കും. കൊല്ലങ്ങൾ അയാൾ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് അധ്വാനിച്ച പണം കൊണ്ടുപോയിട്ട് ഈ ചൂതാട്ടത്തിനാണ് കൊടുക്കുകയാണ്. ചൂതാട്ടം എന്നത് അന്ന് അറബികൾക്കിടയിലുമുണ്ട്, ഇന്ന് നമുക്കിടയിലുമുണ്ട്. അന്ന് ഖുർആന്റെ ആയത്തിറങ്ങി, മദ്യത്തിലും ചൂതാട്ടത്തിലും ഉപകാരത്തിനേക്കാളേറെ ഉപദ്രവമാണ്. എന്തിനാ ലോട്ടറി എടുക്കണത്? അത് പാവപ്പെട്ട ഒരുപാട് രോഗികളെ സഹായിക്കുന്ന കാരുണ്യല്ലേ? അതല്ലടാ കാരുണ്യം. കാരുണ്യത്തിന് വേറെ പദ്ധതികളുണ്ട്. ഹറാമായ നീ കുറേ കള്ളുഷാപ്പ് എടുത്തിട്ട് പാവങ്ങളെ സഹായിക്കാനെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ചൂടാട്ടത്തിലൂടെ നീ പാവങ്ങളെ സഹായിക്കണ്ട. അതിന്റെ വേറെ വ്യത്യസ്ത ബാബുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. എന്തിനാണ് ഇതിനാ വാക്കിലുണ്ട് മൈസിർ, എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നത്. ആ സാധനങ്ങളൊക്കെ പെട്ടു. ഗൾഫുകാരനായ പ്രവാസികള് എയർപോർട്ടിൽ ബിഗ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നടക്കുക. റൂമിൽ എല്ലാവരും കൂടി ഷെയറാണ്, 10 ആളുണ്ട്. അങ്ങനെ 500 ആക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. മാസം ഇപ്പൊ കിട്ടും എന്ന് വെച്ച് കത്തിക്കുക. അങ്ങനെ ഏറെക്കുറെ മലയാളിക്ക് 8 കോടി അടിച്ചു, 10 കോടി അടിച്ചു. കൊടുക്കുന്നത് 200 ദിർഹമാണ്, കിട്ടുന്നത് കോടികളാണ്. അതുകൊണ്ടാണ് പറ്റാത്തത്, അതുകൊണ്ടാണത് പാടില്ലാത്തത്. ലാഭത്തിൻ്റെതായ അമിതമായ അവസ്ഥകളിൽ ഒരു പണിയും എടുക്കാതെ അധ്വാനമുണ്ടാക്കുന്ന അവസ്ഥകൾ, അതുകൊണ്ട് മനുഷ്യനെ ഒരു പൈശാചികതയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് വിൽക്കാനും പറ്റൂല, അത്തരം സാധനങ്ങൾ വാങ്ങാനും പറ്റൂല. അതിലേക്ക് ചേർത്ത് പറ്റാവുന്ന കുറേ നറുക്കെടുപ്പുകളും പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിക്കും. എല്ലാം അതിലേക്ക് ചേർക്കില്ല, അത് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനം എന്താ? ആർത്തിയാണ്. നല്ല പൈസ ഉണ്ടാകണം എന്നുള്ള ആർത്തിയാണ്. അത് നബി തങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നബി അതാ അവിടുന്ന് കാവല് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. എത്ര കിട്ടിയാലും മതിവരാത്ത ഒരു മനസ്സാകുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് കാവല് ചോദിക്കുന്നു. ഒരാർത്തിപ്രാന്തനായി മാറരുത്. യാത്ര കിട്ടിയാലും തീരാത്ത മനസ്സായി നീ മാറരുത്. ഉള്ളത് കൊണ്ട് നീ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഉടമയായി മാറ്. അതുകൊണ്ട് നിസ്കരിക്കണ, നോമ്പ് വെൽക്കണ, പള്ളിയിൽ വരുന്ന, ജുമുഅക്ക് ഒരു മനുഷ്യനും ലഹരി പറ്റാത്തതുപോലെ, ഹംറ് പറ്റാത്തതുപോലെ ചൂതാട്ടത്തിന്റെ ലോട്ടറിയും അനുബന്ധമായ സംസ്കാരങ്ങളും പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ ആരുടെ മുമ്പിൽ ഒരു കമ്മിറ്റിന്റെയും അധികാരം കാത്തിരിക്കേണ്ട. ഞങ്ങൾക്കൊക്കെ പറയാം, ഇസ്ലാം അതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
ഹറാമായ ഷർറായ നമുക്ക് ദോഷം വരുത്തുന്ന നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന എല്ലാവിധ ദുഷിച്ച അവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു പള്ളി, അതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെല്ലാം നേരിട്ട് അറിയുന്ന എല്ലാ ആഴ്ചകളിലും നമ്മൾ ഒരുമിച്ച് കാണുന്നവരാണ്. ഇതൊന്ന് മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ മുന്നോട്ട് പോക്കിൽ വലിയ ഒരു സഹായം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതിൻ്റെ കൃത്യമായ നടത്തിപ്പും ഇവിടുത്തേതായ മെയിൻ്റനൻസും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സഹായമുണ്ടെങ്കിൽ, ഇത്രയും വിശാലമായി സൗകര്യങ്ങളെല്ലാം ഒരുക്കിയത് അല്ലാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം പ്രതീക്ഷിച്ച് ഇതിനു വേണ്ടി സഹായിച്ചവരാണ്. ഇനിയും ഇത്തരത്തിൽ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ സഹായിക്കാൻ ഇനിയും മുന്നോട്ട് വരണമെന്ന് മാത്രം ഓർപ്പെടുത്തുകയാണ്. പള്ളി പരിപാലന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന പുറത്തും അകത്തുമുള്ള എല്ലാവർക്കും അല്ലാഹു വലിയ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗിയായ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്, നമ്മുടെ പരിസരത്തുള്ളൊരു വ്യക്തിയാണ്. അല്ലാഹു ആ ചെറുപ്പക്കാരന് വേഗത്തിൽ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുട്ടം സ്വദേശിയായ നമ്മുടെ സക്കരിയ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു കിഡ്നി പേഷ്യൻ്റായ ഒരു അതീവ ഗുരുതര പ്രയാസം അനുഭവിച്ചുകൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ രോഗിക്ക് പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. ചുഴയിലുള്ള നമ്മുടെ സുഹൃത്ത് സമീർ സാഹിബിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ചികിത്സയിലാണ്, ആശുപത്രിയിലാണ്, 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അത്ഭുതകരമായ ഒരു റിസൾട്ട്, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ഒരു തിരിച്ചുവരവുള്ളൊരു ശിഫ അള്ളാഹു അദ്ദേഹത്തിന് രോഗിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു നിരാശയും കൂടാതെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വിജയം സുനിശ്ചിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ക്ഷമയും പ്രതിഫലവും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ, ബന്ധുക്കളിൽ, പ്രിയപ്പെട്ടവരിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ പ്രിയപ്പെട്ട പ്രായമായ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും എല്ലാ ത്വാക്കത്തുള്ള ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകൾ, പോരായ്മകൾ അവൻ പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين.